Good morning, all. Welcome to Lecture 5 of Module 1 Transportation Engineering 2. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഡെവലപ്മെൻറ്റ്സ് ഇൻ റെയിൽവേയിലുള്ള കുറച്ച് മോഡേൺ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ MRTS, ദാറ്റ് ഈസ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് റെയിൽ ട്രാൻസിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്യൂബ് റെയിൽവേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ട്രാക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ബ്രീഫ് ഡിസ്കഷൻ മാത്രമേ, ഒരു ഇൻട്രൊഡക്ടറി ഡിസ്കഷൻ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ആൻ അസൈൻമെൻറ്റ് ആൻഡ് യു ഹാവ് ടു സബ്മിറ്റ് ബിഫോർ 6th September 2020. ഇനി നമുക്ക് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് മാസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യുക സിസ്റ്റം. അപ്പോൾ ഒരു കൂട്ടം ആളുകളെ അവരെ ഡെസ്റ്റിനേഷനിലോട്ട് വളരെ പെട്ടെന്ന് എത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണെന്ത്? മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. എ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഈസ് ദ ബാക്ക് ബോൺ ഓഫ് എനി സിറ്റി ട്രാൻസ്പോർട്ട് സിസ്റ്റം. ആബ്സെൻസ് ഓഫ് MRTS forces commuters to switch over to personal modes such as two-wheelers or cars. അപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി നമ്മൾ കൺസിഡർ ചെയ്താൽ, സച്ച് ആസ് മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ പോപ്പുലേഷനുള്ള സിറ്റീസ്, 10 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയുന്നത്. സച്ച് ആസ് നമ്മൾ കൊച്ചി ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അതുപോലെ തന്നെ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. അപ്പോൾ ഇങ്ങനത്തെ മെട്രോപൊളിറ്റൻ സിറ്റീസ് കൺസിഡർ ചെയ്താൽ അവിടെ കാണുന്ന ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ട്രാഫിക് കൺജഷൻസ് ആണ്. എന്തുകൊണ്ടാണ് ട്രാഫിക് കൺജഷൻസ് ഉണ്ടാകുന്നത്? നമ്മളെ റോഡിൽ വെഹിക്കിൾസ് അതിൻ്റെ കപ്പാസിറ്റിനേക്കാളും കൂടുതലായതുകൊണ്ടാണ്. റോഡിനൊരു കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷേ ആ കപ്പാസിറ്റിയേക്കാളും കൂടുതൽ വെഹിക്കിൾസ് വരുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? അവിടെ ട്രാഫിക് കൺജഷൻസ് വരുന്നത്. ഈ ഓവർ ക്രൗഡിങ് ഓഫ് വെഹിക്കിൾസ് കൊണ്ട് എന്തൊക്കെയാണ് ആ സിറ്റീസിൽ സംഭവിക്കുന്നത്? എന്തൊക്കെ ഇഷ്യൂസാണ് അവിടെ ഉണ്ടാവുന്നത്? നമുക്കറിയാം. നമുക്ക് ഡൽഹിൻ്റെ ഒരു കേസ് എടുക്കാം. ഡൽഹി നിങ്ങൾ ഒരു നവംബർ, ഡിസംബർ, ജനുവരി ആ സമയങ്ങളിൽ നിങ്ങൾ പത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൽഹിയിൽ സ്മോഗ് കൊണ്ടുണ്ടാവുന്ന കുറേ പ്രോബ്ലംസ് നിങ്ങൾക്ക് പത്രത്തിൽ കാണുന്നുണ്ടാവും. ആൾക്കാർക്ക് സ്മോഗ് കൊണ്ട് ഡൽഹിയിൽ എന്ത് ചെയ്യാൻ പറ്റാറില്ല? ഒരു ഡിസംബർ മാസങ്ങളിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാറില്ല, ഒരു നല്ല വായു ശ്വസിക്കാൻ പറ്റാറില്ല, മാസ്ക് ഇടാതെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാറില്ല. ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ റീസൺ. കുറേ റീസൺസ് ഉണ്ട്. വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓവർ ക്രൗഡിങ് ഓഫ് വെഹിക്കിൾസ് ഇൻ ദി റോഡ്സിലുള്ള ഓവർ ക്രൗഡിങ് ഓഫ് വെഹിക്കിൾസ് ആണ്. അപ്പോൾ ഈ ഓവർ ക്രൗഡിങ് ഓഫ് വെഹിക്കിൾസ് കൊണ്ട് നമ്മളെ എൻവിയോൺമെൻറ്റ് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. ദർ ഈസ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ, സച്ച് ആസ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എയർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനും ഇതൊക്കെ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓവർ ക്രൗഡിങ് ഓഫ് വെഹിക്കിൾസ് നമുക്ക് കുറക്കണം. റോഡിൽ വരുന്ന വെഹിക്കിൾസിൻ്റെ എണ്ണം കുറക്കണം. അപ്പോൾ വെഹിക്കിൾസിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? ഈ വെഹിക്കിൾസിൽ യാത്ര ചെയ്യുന്ന ആളുകളെ വേറൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം.
അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് എന്ത്, ദിസ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ദ ഗ്രോത്ത് ഓഫ് പേഴ്സണൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് നോട്ട് ഡിസൈറബിൾ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ, ഫ്യൂൽ കൺസംഷൻ ആൻഡ് റോഡ് സ്പേസ് ഒക്യുപ്പൻസി പെർ പേഴ്സൺ. ആളുകൾ കൂടുതലായിട്ട് പേഴ്സണൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചാൽ, സച്ച് ആസ് 2 വീലേഴ്സ് കാർസൊക്കെ ഉപയോഗിച്ചാൽ കൂടുതലായിട്ട് പൊല്യൂഷൻ ഉണ്ടാവും, കൂടുതലായിട്ട് ഫ്യൂവൽ കൺസംഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ റോഡ് സ്പേസ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ആൻഡ് ദേ ആൾസോ കോസസ് കൺജഷൻ ആൻഡ് സബ്സിക്വൻറ്റ് ഡിലേ. അപ്പോൾ കൂടുതൽ ആളുകൾ പേഴ്സണൽ മോഡ്സ് ഉപയോഗിച്ചാൽ കൺജഷൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഡിലേയും സംഭവിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കൃത്യസമയത്തൊന്ന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മറുപടി ആയിട്ടാണ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം വരുന്നത്. ദാറ്റ് ഈസ് നമ്മളെ മെട്രോ സിറ്റികളിൽ മെട്രോ റെയിൽസ് വരുന്നത്. മെട്രോ റെയിൽസ് എന്താണ്, ഒരു ആയിരക്കണക്കിന് ആളുകളെ ഒറ്റയടിക്ക് അവർ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾ ഇവർ കാർ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യും, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്ര വാഹനങ്ങൾ റോഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്ര ട്രാഫിക് കൺജഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റിന് ഡീഗ്രഡേഷൻ അത്ര കണ്ട് കുറയുന്നുണ്ട്. ഫ്യൂവൽ കൺസംഷൻ, ഈ 1000 പേരുടെ ഫ്യൂവൽ കൺസംഷൻ കുറയുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു ദിവസം നമ്മൾ ഈ മെട്രോ റെയിൽസ് അല്ലെങ്കിൽ സബർബൻ റെയിൽസ് കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മെട്രോ റെയിൽസും സബർബൻ ട്രെയിൻസൊക്കെ ഒരു മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ BRT, ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. റോഡ്സിന് ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലൈന് ബസ്സിന് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കി വെക്കുക, അതിലൂടെ ബസ് മാത്രമേ പോവുള്ളൂ. അങ്ങനത്തെ ഒരു കേസാണ് BRT. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഉണ്ട്. അഹമ്മദാബാദിലൊക്കെ നമുക്ക് ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കാണും. കർണാടകയിലെ ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ നമ്മൾ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു എലിമിനേറ്റ് ദി ഓവർ ക്രൗഡിങ് ഓഫ് വെഹിക്കിൾസ് ഓൺ ദി റോഡ് so that we can reduce the pollution, fuel consumption and subsequent congestion and delay. ഇത്ര കാര്യങ്ങളാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. അതിൻ്റെ ഉദാഹരണങ്ങൾ ചോദിച്ചാൽ BRTൻ്റെ മെയിനായിട്ട് മെട്രോ റെയിലാണ്, മെട്രോ റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സബർബൻ ട്രെയിൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ഡിസ്കഷൻ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരു അസൈൻമെൻറ്റ്, ഡീറ്റെയിൽഡ് അസൈൻമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇത് ഒരു ചെന്നൈ മെട്രോ അല്ല, ചെന്നൈ സബർബൻ ട്രെയിനിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ട്യൂബ് റെയിൽവേസ് എന്ന് പറഞ്ഞാൽ ദിസ് ട്യൂബ് റെയിൽവേസ് ആർ ആൾസോ അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് ആണ്, ബട്ട് എ ഗ്രേറ്റർ ഡെപ്ത് ഓഫ് 25 മീറ്റർ ഓർ മോർ. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 25 മീറ്ററോ അതിൽ കൂടുതൽ ഡെപ്ത് വരുന്നുണ്ട്. അതിന് അത്ര ഡെപ്തിലാണ് വരുന്നത്, ഈ അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് വരുന്നത്. ദ സെക്ഷൻ ഓഫ് ദി അണ്ടർഗ്രൗണ്ട് ടണൽസ് എന്ന് പറഞ്ഞാൽ സർക്കുലറാണ്. ഈ കേസിൽ സെക്ഷൻ സർക്കുലർ ആയതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ട്യൂബ് റെയിൽവേസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഡെപ്തിലെന്ന് ചോദിച്ചാൽ, ബിക്കോസ് വി ഹാവ് ടു അവോയ്ഡ് ദി ഇൻ്റർഫിറൻസ് ഓഫ് വാട്ടർ പൈപ്സ്, ഗ്യാസ് പൈപ്സ്, സീവറേജ് സിസ്റ്റം. അപ്പോൾ റെയിൽവേ ലൈനും വാട്ടർ പൈപ്പും ഗ്യാസ് പൈപ്പും സീവറേജ് സിസ്റ്റമൊക്കെ ആയിട്ടുള്ള ഇൻ്റർഫറൻസ് എന്ത് ചെയ്യണം, വി ഹാവ് ടു അവോയ്ഡ്. അതുകൊണ്ടാണ് ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഇത്ര ഡെപ്തിൽ ഇത് ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു
ട്യൂബ് റെയിൽവേസിൻ്റെ ഒരു ഉദാഹരണം ചോദിച്ചാൽ, ഒരു ഫേമസ് ആയിട്ടുള്ള ട്യൂബ് റെയിൽവേൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ലണ്ടൻ ട്യൂബ് റെയിൽവേസാണ്. അപ്പോൾ ഇതിന് വിശദമായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റിൽ എന്ത് ചെയ്യാം, എഴുതണം. ട്യൂബ് റെയിൽവേൻ്റെ ഒരു സ്റ്റേഷൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഹൈ സ്പീഡ് ട്രാക്സ്. ഹൈ സ്പീഡ് ട്രാക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ ട്രാക്സ് ഇൻ which allow operation of trains at speed more than 120 kilometers per hour. അപ്പോൾ 120 km/h കൂടുതൽ സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രാക്സ് ആണിത് ഹൈ സ്പീഡ് ട്രാക്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ട്രാക്സിൽ ഹൈ സ്പീഡ് ട്രെയിൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് വേണം ഹൈ സ്പീഡ് ട്രാക്സ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ട്രാക്സിനെയാണ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ട്രാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ദർ ഈസ് എ റാപ്പിഡ്ലി ഇൻക്രീസിങ് ഡിമാൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒരു റാപ്പിഡ്ലി ഇൻക്രീസിങ് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ട്രാക്സ് ഉണ്ടാക്കാൻ കാരണം. ദെൻ ദ റണ്ണിങ് ഓഫ് ഹെവി ലോഡ്സ് അറ്റ് ഫാസ്റ്റർ സ്പീഡ് സേഫ്ലി ആൻഡ് എക്കണോമിക്കലി ബിറ്റ്വീൻ ടു മേജർ ടെർമിനൽസ്. നമ്മൾ ഹെവി ലോഡ്സ് എന്ത് ചെയ്യണം, വി ഹാവ് ടു ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ടെർമിനൽസ് സേഫ്ലി ആൻഡ് എക്കണോമിക്കലി. അപ്പോൾ അതിന് ഹൈ സ്പീഡ് ട്രാക്സ് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹൈ സ്പീഡ് ട്രാക്സിൻ്റെ ഉണ്ടാവാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടൈം എന്താണ്, ഇപ്പോഴത്തെ കാലത്ത് ഇറ്റ്സ് മണിയാണ്. ടൈം ഈസ് മണി. ടൈം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമയം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്കും എക്കണോമിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ ഡെവലപ്മെൻറ്റിന് സാധ്യമാവുകയാണ്. നമ്മൾ സാമ്പത്തികപരമായിട്ട് ടൈം കുറേ സേവ് ചെയ്താൽ നമുക്ക് കൂടുതൽ സേവിങ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ എക്കണോമിയിൽ കൂടുതൽ സേവിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആവശ്യങ്ങൾക്കാണ് എന്ത് വരുന്നത്, ഹൈ സ്പീഡ് ട്രാക്സ് വരുന്നത്. ഇന്ത്യയിലുള്ള ഹൈ സ്പീഡ് ട്രാക്സ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഹൈ സ്പീഡ് ട്രാക്സ് ഒന്നുമില്ല. കേരളത്തിൽ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ളൊരു സെമി ഹൈ സ്പീഡ് ട്രെയിൻ കോറിഡോർ ഉണ്ട്. നമ്മളെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഒരു 200 km/h സ്പീഡ് സെമി ഹൈ സ്പീഡ് ട്രാക്ക് വരുന്നുള്ളൂ. ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിവാൻഡ്രം ടു കാസർഗോഡ് യാത്ര ചെയ്യാൻ പറ്റും. ഇനി ഇന്ത്യയിൽ പ്രൊപ്പോസ്ഡ് ഒരു ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട്. ചൈനയിലും ജപ്പാനിലൊക്കെ പണ്ടേ ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട്. ഒരു 400-500 km/h യാത്ര ചെയ്യുന്ന. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ബുള്ളറ്റ് ട്രെയിൻസ് പ്രൊപ്പോസ്ഡ് ആണ്. അപ്പോൾ ബുള്ളറ്റ് ട്രെയിൻസ് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ മുംബൈ ടു അഹമ്മദാബാദ്. മേജർ ബിസിനസ് സിറ്റീസാണ് മുംബൈ ടു അഹമ്മദാബാദ്. ഇതിനെ കണക്ട് ചെയ്യുന്ന ബുള്ളറ്റ് ട്രെയിൻസ് എന്താണ്, പ്രൊപ്പോസ്ഡ് ആണ്. അതുപോലെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലുള്ള ഒരു ഹൈ സ്പീഡ് ട്രെയിനാണെന്ത്, വന്ദേ ഭാരത് എക്സ്പ്രസ്. ട്രെയിൻ 18 എന്നൊക്കെ പറയാറുണ്ട്. ട്രെയിൻ 18 ആദ്യം ട്രെയിൻ 18 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഒരു 200 km/h മുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്, സ്പീഡിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വാരണാസി ടു ഡൽഹി ടു വാരണാസി കണക്ട് ചെയ്യുന്ന ഹൈ സ്പീഡ് ട്രെയിനാണെന്ത്, വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ ഹൈ സ്പീഡ് ട്രാക്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടൈം സേവിങ് ആണ്, സമയം ലാഭിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സമയമാണ് ഇന്നത്തെ കാലത്ത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് LRT, ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം. ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് പാസഞ്ചർ അർബൻ റെയിൽ ട്രാൻസിറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ട്രാം ആൻഡ് മെട്രോ ഫീച്ചേഴ്സ്. ട്രാം സർവീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമകളിലൊക്കെ. നമ്മൾ റോഡിലൂടെ പോകുന്ന ചെറിയ വാഗൻസ് ആണെന്ത്, ട്രാം. കൊൽക്കട്ടയിൽ പോയവർക്ക് കൊൽക്കട്ടയിൽ പണ്ടത്തെ ഒരു ട്രാം സർവീസ് ഉണ്ട്.
നമ്മൾ റോഡിൻ്റെ സെയിം ലെവലിൽ തന്നെ അതേ സെയിം റൈറ്റ് ഓഫ് വേയിൽ കൂടെ തന്നെ എന്ത് പോകുന്നുണ്ട്, കുറച്ച് വാഗൻസ്, പാസഞ്ചർ വാഗൻസ് പോകുന്നുണ്ടാവും. അതിനാണ് ട്രാം സർവീസ്. അപ്പോൾ മെട്രോൻ്റെയും ട്രാം സർവീസിൻ്റെയും ഒരു കോമ്പിനേഷനാണെന്ത്, ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. വൈൽ ഇറ്റ്സ് റോളിംഗ് സ്റ്റോക്ക് ഈസ് മോർ സിമിലർ ടു ട്രഡീഷണൽ ട്രാം. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രാം സർവീസിൻ്റെ അതുപോലെയാണ് അതിൻ്റെ എന്ത് വരുന്നത്, റോളിംഗ് സ്റ്റോക്ക് വരുന്നത്, അതിൻ്റെ വാഗണൊക്കെ വരുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് ഹയർ കപ്പാസിറ്റി. അപ്പോൾ അതിനേക്കാളും കപ്പാസിറ്റിയിൽ, സാധാരണ ട്രാം സർവീസിനേക്കാളും കൂടുതൽ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാളും സ്പീഡിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫൺ ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് വേ. പക്ഷെ നമ്മൾ സാധാരണ ട്രാം സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് വേ ഇല്ല. എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് വേ ഇല്ല എന്ന് പറഞ്ഞാൽ സാധാരണ റോഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സാധാരണ ട്രാം സർവീസ് എക്സിസ്റ്റിംഗ് റോഡിൽ തന്നെയാണ്, സാധാരണ വാഹനങ്ങൾ പോകുന്ന റോഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാം സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ലൈറ്റ് റെയിൽ ട്രാൻസിറ്റിന് എന്തുണ്ട്, ഒരു എക്സ്ക്ലൂസീവ്, അതിന് മാത്രമായിട്ടുള്ള ഒരു റൈറ്റ് ഓഫ് വേ ഉണ്ട്. അതിന് മാത്രമായിട്ട് ഒരു പ്രത്യേക പാത്ത് ഉണ്ടാവും. അതിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ജസ്റ്റ് ഈ മോഡേൺ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിനെ വളരെ വിശദമായിട്ട് യു ഹാവ് ടു റൈറ്റ് ആൻ അസൈൻമെൻറ്റ് ആൻഡ് യു ഹാവ് ടു സബ്മിറ്റ് ഓൺ ഓർ ബിഫോർ 6th September 2020. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഈ മൊഡ്യൂൾ നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളാണ്. അത് നമുക്ക് ഓണത്തിന് ശേഷം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും മുൻകൂറായിട്ടുള്ള ഓണാശംസകൾ.